ഫ്രണ്ട്സ്, നമ്മുടെ റെയിൽവേയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം RRBയിലും അതുപോലെ ചെന്നൈ, ബാംഗ്ലൂരൊക്കെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. 3000 മുകളിലാണ് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ അതുപോലെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനന്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി BSc ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മൾ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോയിട്ട് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ടോ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ എക്സാമിൽ കോമ്പിനേഷൻ ഒക്കെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. പിന്നെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ഉണ്ട്. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മുടെ ചാനലിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസ് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഈ രീതിയിൽ മെമ്പേഴ്സ് ഓൺലി ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരും. അതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ കാണാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേ, ഡീറ്റെയിൽഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് 4/2026. അപ്പോൾ ഈ ഒരു 2026 4ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ സെക്ഷൻ കൺട്രോളർ അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 1, 3 ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ 4ാമത്തെ നോട്ടിഫിക്കേഷനാണ് ഈ ഒരു 2026. അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും തന്നെ ആദ്യം നോക്കാം. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതാ August 14, നമ്മൾ വീഡിയോ ചെയ്യുന്ന ഡേറ്റാണ്. August 14 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അതോടൊപ്പം അപ്ലൈ ചെയ്യേണ്ട ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 13/9/2026 വരെ നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 13/9/2026 ആണ്. നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 15/9 വരെ സമയമുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ, വരാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. വന്നു പോയാൽ നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യാൻ പറ്റും, അത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് 16/9/2026 മുതൽ 25/9/2026 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ റെഡ് കളറിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡീറ്റെയിൽസ് ഫിൽഡ് ഇൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോം ആൻഡ് ചൂസൻ RRB കനോട്ട് ബി മോഡിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ ഇവിടെ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ നാഷണാലിറ്റി, നിങ്ങളുടെ ഫുൾ നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ജെൻഡർ, ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, പിന്നെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഈ കാര്യങ്ങളൊന്നും പിന്നീട് നമുക്കിവിടെ നമ്മൾ എല്ലാം കൊടുത്ത് പ്രിവ്യൂ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് തിരുത്താൻ പറ്റില്ല. ഈ തിരുത്തുന്ന ഡേറ്റിൽ വരെ നിങ്ങൾക്കത് തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ, ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നമ്മുടെ പേരും കാര്യങ്ങളും നമ്മുടെ ഫാദറിൻ്റെ പേരുള്ളത് അതുപോലെ നിങ്ങളിതിൽ കൊടുക്കണം. കാരണം അതിൽ തെറ്റുകൾ വന്നു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ആധാറൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് ഡിജി ലോക്കർ വെച്ചിട്ടോ ആധാർ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അക്കൗണ്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ എൻട്രി ഒക്കെ വളരെ സ്മൂത്ത് ആവും, കാരണം എക്സാമിനൊക്കെ പോകുന്ന സമയത്തൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നമുക്ക് തിരുത്താൻ പറ്റില്ല എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക, തെറ്റുകളില്ലാതെ ശ്രദ്ധിക്കുക. അതായത് 16/9/2026 to 25/9 എന്ന് പറയുന്ന ഈ ഡേറ്റിൽ വരെ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ഈ ഡീറ്റെയിൽസ് നമുക്ക് തിരുത്താൻ പറ്റില്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളെ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഇനി അത് മാത്രമല്ല, അപ്പോൾ ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം, നമുക്ക് ചെന്നൈയൊക്കെ RRB വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് തിരുവനന്തപുരം കൊടുത്തു. പിന്നെ ഞാൻ ചിന്തിക്കുകയാണ് ചെന്നൈ കൊടുത്താൽ മതി എന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല. കണ്ടോ, നമ്മൾ ചൂസ് ചെയ്ത RRBയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്ത RRBയും നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വ്യക്തമായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഒരു തവണ നമ്മളത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ RRB തന്നെ ആയിരിക്കും നമുക്ക് സെലക്ഷൻ ലിസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്കതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരിക. പിന്നെ നമുക്ക് ഇതിലേക്ക് മാറാനൊന്നും പറ്റില്ല. അപ്പോൾ എഡിറ്റിംഗ് ഡേറ്റിൽ ഈ 2 കാര്യങ്ങൾ, ഈ കാറ്റഗറിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ആ ഒരു ഭാഗത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസും നമ്മൾ ചൂസ് ചെയ്ത RRBയും നമുക്ക് പിന്നീട് ചേഞ്ച് വരുത്താൻ പറ്റില്ല. അത് ബാക്കിയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരു പ്രാവശ്യം എഡിറ്റ് ചെയ്യുന്നതിന് 250 രൂപയാണ് ചാർജ് ആക്കുന്നത് കേട്ടോ. ഓക്കെ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
ഇനി ഇതിൻ്റെ പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വേരിയസ് പോസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണാം. ജൂനിയർ എഞ്ചിനീയർ JE അല്ലെങ്കിൽ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. പേ ലെവൽ 6 ആണ്. അതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടെ കാണാം 35,400 ആണ്. ഇത് മാത്രമല്ല ഇട്ടുണ്ടാവും, ഇതിൻ്റെ കൂടെ ഒറ്റാണ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അനുബന്ധ മേൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഏജ് ലിമിറ്റ് മിനിമം 18, 1/1/2027 കണക്കാക്കിയിട്ട് മിനിമം 18, മാക്സിമം 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മറ്റു എന്താ പറയുക, വിഡോസ് ഡിവോഴ്സ്ഡ് ആയ വനിതകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ടോട്ടൽ വാക്കൻസി 3993 എന്നുള്ള നമ്പറാണ്. അപ്പോൾ ഈ വാക്കൻസിയിലൊക്കെ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം ബാക്കി കോമൺ ആയിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഏറ്റവും താഴെയാണ് നമുക്ക് തന്നിരിക്കുന്നത്, വാക്കൻസി ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. യെസ്, ഇവിടെ കാണാം നിങ്ങൾക്ക് ഇപ്പോൾ നെയിം ഓഫ് ദി പോസ്റ്റ്, അതുപോലെ പേ ലെവല്, ഡിപ്പാർട്ട്മെൻറ്റ്, സബ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്. കണ്ടോ, മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് നോക്കുക. അതായത് ഇപ്പം നിങ്ങൾക്ക് ഏതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിനനുസരിച്ച് അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു ഏതാണ് B2 ആണോ C1 ആണോ നോക്കുക. അപ്പോൾ എന്താണ് B2, എന്താണ് C1 എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ പിന്നീട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാറ്റിവെച്ച ഏതൊക്കെ സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ഈ കാറ്റഗറി നമ്പർ 1, 2, 3, 4, 5, 6, 7, 8 അതുപോലെ തന്നെ 9, ഈ 1 മുതൽ 9 വരെയുള്ളത് കാറ്റഗറി നമ്പറായിട്ടാണ് കണക്കാക്കുന്നത്, സീരിയൽ നമ്പർ അല്ല. ഈ 9 വരെയുള്ള കാറ്റഗറി പോസ്റ്റിലേക്ക് നിങ്ങളുടെ പ്രിഫറൻസിന് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട്. ഈ 9 വരെയുള്ള കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക്, അതായത് ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ ഇലക്ട്രിക്കൽ, അതുപോലെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, അതുപോലെ നിങ്ങൾക്ക് ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ 3 ഇയർ ഡിപ്ലോമയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, ഇവിടെ BE or BTech പറഞ്ഞിട്ടില്ലല്ലോ. ഈ 3 ഇയർ ഡിപ്ലോമയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയിരിക്കുന്ന BE അല്ലെങ്കിൽ BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് ഈ പറഞ്ഞ ഡിസിപ്ലിനിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BE or BTech ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി ഇതിലുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ ഇത് പ്രധാന ബ്രാഞ്ചുകളാണ്, അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പ്രധാന ബ്രാഞ്ചുകളാണ്. ഇത് കൂടാതെ നിങ്ങൾക്കിപ്പോൾ പ്രധാന ബ്രാഞ്ചുകൾ നിങ്ങൾ 3 ഇയർ ഡിപ്ലോമ എടുത്തിട്ടില്ല അല്ലെങ്കിൽ BE or BTech എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കോമ്പിനേഷൻ ഇവിടെ പറയുന്നുണ്ട്, എ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീം. ഈ ബേസിക് സ്ട്രീം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന ബ്രാഞ്ചുകളാണ്, അത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ മെക്കാനിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എന്താണ് ഉപബ്രാഞ്ചുകളായിട്ട് അതിൻ്റെ സബ് സ്ട്രീം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനിൽ നിങ്ങൾ അതിൻ്റെ അലൈഡ് ഡിസിപ്ലിനിലൊക്കെ നിങ്ങളുടെ ഡിപ്ലോമയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അതായത് ഇതിൻ്റെ ഉപബ്രാഞ്ചുകളിലൊക്കെ നിങ്ങൾ അതായത് സബ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. അതായത് പ്രധാന ബ്രാഞ്ചുകളിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, അല്ലാത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മെയിൻ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ആ ഒരു സബ് സ്ട്രീമിൽ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ശേഷം നിൽക്കൂടെ സീരിയൽ നമ്പർ 10 മുതൽ സീരിയൽ നമ്പർ അല്ല, നമ്മുടെ കാറ്റഗറി നമ്പർ 10, 11, 12 ആൻഡ് 13. ഓക്കെ, ഈ പറയുന്ന 13 പിന്നെ വരുന്നത് നമുക്ക് 14, 15, 16, 19 വരെ ഈ പറയുന്ന ഇത്രയും കാറ്റഗറി പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത 3 ഇയർ ഡിപ്ലോമ സിവിലാണ് ഇവിടെ. ഓക്കെ, ഇതൊക്കെ കണ്ടോ നിങ്ങൾക്ക് സിവിലാണ്, എല്ലാത്തിലും സിവിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ട ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സിവിലിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ BE or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ BSc കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 3 ഇയർ ഡ്യൂറേഷനുള്ള സിവിൽ എഞ്ചിനീയറിംഗിൽ BSc നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരെ കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി BE or BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സിവിലിൽ തന്നെ മെയിൻ ബ്രാഞ്ചിൽ തന്നെ കഴിഞ്ഞോളുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീം, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ പ്രധാന ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള കോമ്പിനേഷനിലുള്ള അതിൻ്റെ ഉപബ്രാഞ്ചുകളോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇനി അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ ആണ് ഓർ ട്രാക്ക് മെഷീൻ, അതായത് കാറ്റഗറി നമ്പർ 20 ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ BE or BTech ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രധാന ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാന ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് ഡിപ്ലോമയോ അല്ലെങ്കിൽ എന്താണ് ഡിഗ്രിയോ ഇല്ലാന്ന് വിചാരിക്കുക, അതിൻ്റെ ഉപബ്രാഞ്ചുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ഈ പറഞ്ഞ 3 ഇയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ BE or BTech ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ബേസിക് സ്ട്രീമിൻ്റെ ആ ഒരു സബ് സ്ട്രീം ലെവലിൽ നിങ്ങളൊരു കോമ്പിനേഷനായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് കാറ്റഗറി നമ്പർ 21 21 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 21 മുതൽ നമുക്ക് ഏകദേശം 30 വരെ, കാറ്റഗറി 30 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ, അതല്ലെങ്കിൽ BE or BTech ഈ പറയുന്ന മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മെക്കട്രോണിക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ നിൽക്കൂടെ കാണാം മെഷീനിങ്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ടൂൾ ആൻഡ് മെഷീനിങ് ആണ്, ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനിൽ ഏതെങ്കിലും, അതായത് ഈ ബേസിക് സ്ട്രീമിൻ്റെ അല്ലെങ്കിൽ ഈ മെയിൻ ബ്രാഞ്ചിൻ്റെ സബ് ബ്രാഞ്ച് ആയിട്ടുള്ള രീതിയിൽ കോമ്പിനേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ സബ് ബ്രാഞ്ചസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ബേസിക് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലൈഡ് ഡിസിപ്ലിനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കാറ്റഗറി നമ്പർ 31 ഇതിലേക്ക് നിങ്ങൾക്ക് ഡീസൽ ഇലക്ട്രിക്കൽ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങൾക്ക് BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ അതിന് സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് എന്നുള്ള ലെവലിൽ നിങ്ങൾ അതിൻ്റെ ബേസിക് സ്ട്രീം ആയിട്ടുള്ള മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എന്താണ് സബ് സ്ട്രീംസ് ആ ലെവലിൽ നിങ്ങൾ കോമ്പിനേഷനിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കാറ്റഗറി 32 33 34 35 പിന്നെ 36 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BE or BTech ഉണ്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു മെയിൻ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉപബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് എന്താണ് 3 ഇയർ ഡിപ്ലോമയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് കാറ്റഗറി 37 ഇതിലേക്ക് നിങ്ങൾക്ക് ഇത് അവിടെ കാണാൻ പറ്റും 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അതായത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ബ്രാഞ്ചസ് അവിടെ എന്താണ് പ്രത്യേക ഇന്ന ഡിസിപ്ലിൻ കഴിഞ്ഞോളെന്ന് യാതൊരു നിർബന്ധമുള്ള എനി ഡിസിപ്ലിനാണ്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹയർ ക്വാളിഫിക്കേഷൻ സച്ച് ആസ് BE or BTech എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്ക് അതായത് സെയിം ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ BE or BTech എന്നുള്ളത് ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയിട്ടിരിക്കുന്ന BE or BTech അതത് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമക്ക് പകരമായിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എനി ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. ഇനി ബാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങളിവിടെ നോക്കി വെക്കണം. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാസ്റ്റ് 31 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, 37 ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് എന്ന് പറയുന്നതിലേക്കാണ്. അപ്പോൾ ഇതിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആണ്. അതുപോലെ മറ്റേത് നേരെ മുകളിലുള്ളത് A3 ആണ്. അങ്ങനെ ഓരോന്നിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കുക. എന്നിട്ട് അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് അതിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പേജ് വൈസ് ആയിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം.
ഓക്കെ, ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3 എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പോസ്റ്റിൻ്റെ നേരെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിസിക്കലി എല്ലാം നമ്മൾ ഫിറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഡിസ്റ്റൻസ് വിഷൻ ഇവിടെ പറയുന്നുണ്ട് 6/9 6/9. അത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. നിങ്ങൾക്ക് ഗ്ലാസ് വെച്ചിട്ടായാലും വേണ്ടിയില്ല, ഗ്ലാസ് വെക്കാതായിട്ടും വേണ്ടിയില്ല, എങ്ങനെ ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് 6/9 എന്ന് പറയുന്നത് രണ്ട് കണ്ണിനും ഒരേപോലെ 6/9 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോർമൽ വിഷൻ നമ്മുടെ 6/6 ആണ് വരിക. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് വിഷൻ കുറവുള്ളവരാണ് ശരിക്കും എന്താണ് ഈ പറയുന്ന 6/9 എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നോർമൽ വിഷനുള്ള ആൾ 9 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് കാണുന്ന സംഭവം നമുക്ക് 6 മീറ്ററിൽ പോകേണ്ടി വരും നമുക്ക് കാണണമെങ്കിൽ. ഓക്കെ, അതാണ് ഇവിടെ 6/9 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ച കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ 2Dയിലേക്ക് അതിൻ്റെ പവർ ലെൻസ് പോകാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് അത്ര എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലിനിക്കിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിയർ വിഷൻ 0.6 എന്നാണ്. അതും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. നിങ്ങൾക്ക് ഗ്ലാസ് വെച്ചാലും കുഴപ്പമില്ല, ഗ്ലാസ് വെക്കാതാണെങ്കിൽ ആ ഒരു പവർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടെസ്റ്റ് ഉണ്ടാകും. അതായത് കളർ വിഷനും ബൈനോക്കുലർ വിഷനും നൈറ്റ് വിഷനും മെസോപിക് വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ലോ ലൈറ്റിലൊക്കെ നമുക്ക് റീഡിങ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ ടെസ്റ്റൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ B1 ആണ്. B1 ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കാനുള്ള കണ്ടീഷനാണ്. പിന്നെ ഡിസ്റ്റൻസ് വിഷന് ഈ പറയുന്ന A3-നേയും കാട്ടിയും കുറച്ചുകൂടെ കുറവാണ്. നിങ്ങൾക്കിവിടെ കാണാം 6/9 ഒന്ന് 6/9 മതി. ബാക്കി മറ്റു കണ്ണ് നമുക്ക് 6/12 ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസിലായിരിക്കണം എന്നുള്ളതാണ്. 4D വരെ നമുക്ക് പോകാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിയർ വിഷൻ SN നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 0.6 ആണ് വരുന്നത്. അതും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കളർ വിഷനും ബൈനോക്കുലർ വിഷൻ നൈറ്റ് വിഷനും മെസോപിക് വിഷനോ അതൊക്കെ ടെസ്റ്റ് ചെയ്യും കേട്ടോ. അതൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. പിന്നെ C1 ആണ്. ഇതിൽ നിങ്ങൾക്ക് 6/12 6/18 അതും വിത്തൗട്ട് ഗ്ലാസസ് ആണ്. നല്ല പവറിൽ വ്യത്യാസം വരുന്നുണ്ട് ഇത്. ഓക്കെ, അത് 0.6 ആണ് നമുക്ക് എന്ത് വരുന്നത് നിയർ വിഷൻ രണ്ട് കണ്ണിന് വേണ്ടി. അത് വിത്തൗട്ട് ഗ്ലാസസ് ആണ്. പിന്നെ ഇവിടെ ഈ പറയുന്ന മറ്റു കളർ ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ലേസിക് സർജറി ഒക്കെ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് A3 കാറ്റഗറി, അതായത് A3 വേണ്ട പോസ്റ്റ് ഉണ്ടല്ലോ, A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്ന പോസ്റ്റിലേക്ക് ലേസിക് സർജറി ചെയ്തവരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ നിങ്ങളെ റിഫ്രാക്ടറി എററൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് A3 കാറ്റഗറി, അതായത് A3 വരുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ. ബാക്കി ഈ പറയുന്ന B1-ഉം C1-നും ഒക്കെ എന്താണ് നിശ്ചിതമായിട്ടുള്ള ചില B1-ന് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ലേസിക് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ കുറച്ച് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ആയിട്ട് ചോദിക്കാം. അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ട്. പിന്നെ ഏജ് ലിമിറ്റിൽ നമ്മൾ പറഞ്ഞു ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST 5 വർഷം, OBC 3 വർഷം, OBC NCL ഇട്ടോ നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന്. പിന്നെ എക്സ് സർവീസ്മാൻ, അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 മുതൽ 15 വർഷം വരെ, പിന്നെ അങ്ങനെയുള്ള ഗ്രൂപ്പ് സിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുള്ളവർക്കുണ്ടെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് റെയിൽവേയുടെ മറ്റ് ഓർഗനൈസേഷനിലൊക്കെ വർക്കിംഗ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവർക്ക് നിശ്ചയമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഫീമെയിൽ, വിഡോസ്, ഡിവോഴ്സ്ഡ് വനിതകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ എക്സാം ഫീ എന്ന് പറയുന്നത് ഇപ്പം ഈ പറയുന്ന കാറ്റഗറിയിൽ SC/ST അതുപോലെ എക്സ് സർവീസ്മാൻ, ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന 250 ഫീ കൊടുത്താൽ മതി, 250 റീഫണ്ട് ലഭിക്കും. പിന്നെ ട്രാൻസ്ജെൻഡർ, പിന്നെ മൈനോറിറ്റീസ്, പിന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. മൈനോറിറ്റി എന്ന് പറയുന്നത് ഇതാണ്, ഈ മതങ്ങൾ മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുക. ഈ മതങ്ങളിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപ ഫീയേ ഉള്ളൂ. ഓക്കെ, ഇനി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ 50,000-ന് താഴെ വാർഷിക വരുമാനമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഫീ റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ BPL കാർഡോ ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ മൈനോറിറ്റി റിലീജിയൻ വെച്ച് നമ്മൾ ഫീ റിലാക്സേഷൻ നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അടുത്ത് വേണ്ട ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മതി കേട്ടോ. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അനുബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മാതൃക. ഒരു അഫിഡവിറ്റ് നമ്മൾ തയ്യാറാക്കണം, നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ മൈനോറിറ്റി റിലീജിയനിലാണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അത് നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആയി പോട്ടോ. അപ്പോൾ ആ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവകാശപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട, അതായത് സെക്കൻഡ് റോൾ കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 250 ഫീ അടിക്കണം. 250 രൂപ അവർക്ക് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ലഭിക്കും. ഇതിൽ പെടാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടല്ലോ, അവർക്ക് 500 രൂപയാണ് ഫീ വരുന്നത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് 100 രൂപ അവർ പിടിച്ചിട്ട് 400 രൂപ എന്ത് ചെയ്യും, അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് ലഭിക്കും. അപ്പോൾ റീഫണ്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ ആധാർ സീഡഡ് ആയിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ, ബാങ്ക് അക്കൗണ്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ ആധാർ അടിച്ചു കൊടുത്താൽ നമ്മൾ ആധാറായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ട് അതിൽ കാണിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഓൺലൈനായിട്ട് അപേക്ഷ നമ്മൾ ചെയ്തു കൊടുക്കും, വളരെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പർ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ, മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് വാട്സപ്പിൽ. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമുക്ക് 4 സ്റ്റേജാണ്. ഒന്ന് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് CBT 1, CBT 2, അത് കഴിഞ്ഞിട്ട് CBT 2, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷനാണ്. മെഡിക്കലി നമ്മൾ ഫിറ്റ് ഓർ അൺഫിറ്റ് എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ CBT 1 നമുക്ക് വരുന്നത് മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും എത്ര മാർക്ക് ഉണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 100 മാർക്ക് 100 ക്വസ്റ്റ്യൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഒന്ന് ജനറൽ സയൻസിലും ഒന്ന് മാത്തമാറ്റിക്സിലുമാണ്, 30 മാർക്ക് വെച്ചിട്ട് കേട്ടോ. നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. CBT 2 വരുന്നത് നമുക്ക് ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, പിന്നെ ബേസിക് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. ഇതൊക്കെ ചെറിയ വെയിറ്റേജ് ആണ് ഇവിടെ വരുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ടെക്നിക്കൽ എബിലിറ്റീസ് ആണ്. അതായത് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരിക. അപ്പോൾ അത് നമുക്ക് ഒരുപാട് കാറ്റഗറി പോസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഇവിടെ എളുപ്പത്തിന് വേണ്ടി ഇവിടെ എക്സാം ഒരു ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇത്രയും കാറ്റഗറി ഏകദേശം നമ്മൾ 37 കാറ്റഗറി 37 എക്സാം നടത്തേണ്ടി വരില്ല. അങ്ങനെ ആകുമ്പോൾ വിചാരിച്ചിട്ട് അതൊരു സെയിം ഡിസിപ്ലിൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ട് പോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതൊക്കെയാണ് നിങ്ങളുടെ ഡിസിപ്ലിൻ എങ്കിൽ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമ നിങ്ങളുടെ യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിങ്, മെക്കട്രോണിക്സ്, ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എക്സാം ഗ്രൂപ്പ് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇനി ഇപ്പോൾ ഇലക്ട്രിക്കലും കോമ്പിനേഷൻ ഈ സബ്സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ ചൂസ് ചെയ്യുക. പിന്നെ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ ഇലക്ട്രോണിക്സ്, ഇനി അതുപോലെ തന്നെ സിവിലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ 4 ഗ്രൂപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എക്സാം കേട്ടോ. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലാസ്റ്റ് 37ാമത്തെ പോസ്റ്റ് പറഞ്ഞല്ലേ ഡിപ്പോ സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോസ്റ്റിലേക്ക് നമ്മൾ ഇന്ന ഡിസിപ്ലിൻ നമ്മൾ ഉൾപ്പെടുന്നില്ലല്ലോ, എനി ഡിസിപ്ലിനുള്ളവർക്ക് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങളിപ്പോൾ ഏത് ഡിസിപ്ലിനാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഏതാണ്, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ അല്ലെങ്കിൽ എനി ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഓർ എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ആ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ഡിപ്പോ സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിഗ്രി വെച്ചാൽ അതുമായി ഏറ്റവും മാച്ച് ആകുന്ന, നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏതാണോ വെച്ചാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഇത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് റീഡ് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മിനിമം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ ലൈവായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ലൈവായിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു പാസ്പോർട്ട് സൈസ് ഡയമെൻഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ ചെസ്റ്റ് വരെയുള്ള ഭാഗമൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ട് വൈറ്റ് പേപ്പറിലാണ് നമ്മൾ സൈൻ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടായിരിക്കണം. 30x40x50 ഫയൽ സൈസ് ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അതുപോലെ 150x60 പിക്സൽ ഡയമെൻഷനിലായിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. എന്നാൽ അവർക്ക് ഫീ റിലാക്സേഷനും പിന്നെ നിങ്ങൾക്ക് എന്താണ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ വാക്കൻസി ടേബിൾ ഇതിൽ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ബാംഗ്ലൂരിൽ എത്ര വാക്കൻസി ഉണ്ട് നിങ്ങൾക്ക് നോക്കാം. ഓരോ പോസ്റ്റ് നെയിം ഉണ്ടാവും, അതിൻ്റെ വാക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഏറ്റവും താഴേക്ക് വരാം, നമ്മുടെ തിരുവനന്തപുരം എത്ര ഉണ്ട് നോക്കാം. ഓക്കെ, തിരുവനന്തപുരം 100 വാക്കൻസിൻ്റെ അടുത്താണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം തിരുവനന്തപുരം RRB. തിരുവനന്തപുരം നമുക്ക് 101 വാക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ മറ്റ് RRBയിലേക്ക് താല്പര്യമുണ്ട്, മറ്റ് RRB നോക്കാം. ഏതെങ്കിലും ഒരു RRBക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ SC/ST അതുപോലെ OBC കാൻഡിഡേറ്റ്സ്, ഇങ്ങനെ എല്ലാ കാൻഡിഡേറ്റ്സിനും പ്രത്യേകം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഫിഡവിറ്റിൻ്റെ ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ മൈനോറിറ്റി ആണെങ്കിൽ നമുക്ക് അഫിഡവിറ്റ് ഇപ്പം വേണ്ട, അത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മതി. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സിലബസ് കണ്ടോ, ഓരോ എക്സാം ഗ്രൂപ്പ് വൈസ് ഇപ്പോൾ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൻ്റെ നിങ്ങൾക്കിവിടെ കാണാം എന്തൊക്കെയാണ് അതിൻ്റെ പഠിക്കാൻ
ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ബുക്കുകളൊക്കെ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ കണ്ട നിങ്ങൾക്ക് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം, പിന്നെ അതുപോലെ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ്. ഇനി അടുത്തത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിലേക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ലിങ്ക് കൊടുക്കും. അതിൽ കാണാൻ നിങ്ങൾക്ക് RRB JEE റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴേക്ക് വരിക. നിങ്ങൾ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കണ്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അവിടെ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളിതാ ഈ ഒരു പേജിലേക്ക് വരും. ഓക്കെ, ഒരു മിനിറ്റ്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അവിടെ അപ്പോൾ നമുക്ക് ഒന്നിലധികം ടാബ്സ് ഓപ്പൺ ആക്കാൻ പറ്റില്ല, അതാണ്. അപ്പോൾ ഒരു ടാബ് നമുക്ക് വർക്ക് ആവുള്ളൂ. അപ്പോൾ അതാണ്. പിന്നെ ഒരു ഫേക്ക് RRB വെബ്സൈറ്റ് ഉണ്ട്. ഇത് അവിടെ കണ്ടോ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലും കയറി പോകരുത്. RRB നിങ്ങൾക്ക് ഇവിടെ കാണാം APPLI എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാം. ഓക്കെ, ഗവൺമെൻറ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതേമാതിരി ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് ഫേക്കാന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ കയറാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ, ഈ വെബ്സൈറ്റ് ഇതുണ്ടോ നിങ്ങളിവിടെ ഫേക്ക് RRB വെബ്സൈറ്റ് പറഞ്ഞിട്ട് നമ്മളുടെ ഇതാണ് ഗ്രീൻ ടിക്കിൽ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ കൊടുത്തില്ലേ, ഇതാണ് നമ്മുടെ വെബ് അഡ്രസ്സ് RRBയുടെ HTTP എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് www.rrbapply.government.in. മറ്റേത് ഫേക്കാണ്, ആ റെഡ് കളറിൽ കാണിച്ച അഡ്രസ്സ് ഫേക്കാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇവിടെ നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടോ ലോഗിൻ ഓർ ക്രിയേറ്റ് എന്നുള്ളതുണ്ട്. പിന്നെ ഇത് സ്ക്രൈബ്, ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഫില്ല് ചെയ്യുക. ഇനി അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നമുക്ക് ഒരു തവണ ചെയ്താൽ മതി. PSC ഒക്കെ പോലെ 1 ടൈം രജിസ്ട്രേഷനാണ്. എല്ലാ എക്സാമിനും നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആധാറുമായി വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പർ വെച്ചിട്ട് അതിലേക്ക് ആധാറുമായി കണക്ട് ചെയ്ത മൊബൈലിലേക്ക് OTP വരും. പിന്നെ നിങ്ങൾക്ക് RRBയുടെ അക്കൗണ്ട് ക്രെഡൻഷ്യൽ വെച്ചിട്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ മെയിലും അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ നമ്പറോ അതുപോലെ പാസ്വേഡോ ഒക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കാം മാക്സിമം. താങ്ക് യു.